പാലക്കാട് ഡിവിഷൻ വിഭജനത്തിൽ കേന്ദ്രത്തിനും കോൺഗ്രസിനുമെതിരെ CPIM. റെയിൽവേയിൽ കേന്ദ്രത്തിന്റെ തലതിരിഞ്ഞ വെട്ടിമുറിക്കലെന്ന ദേശാഭിമാനി. റെയിൽവേ മന്ത്രിയെ നേരിട്ട് കണ്ട് പ്രശ്നം പരിഹരിക്കാതെ UDF എംപിമാർ പാലക്കാട്ട് നടത്തുന്ന സമരം കാട്ടിക്കൂട്ടൽ മാത്രമെന്ന് DYFI. റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ UDF എംപിമാരുടെ സത്യഗ്രഹ സമരം നാളെ. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം മേഖലയെ ഒഴിവാക്കുന്നതിൽ പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമെതിരെ CPIM-ഉം DYFI-യും രംഗത്തെത്തുന്നത്. മുൻ UPA സർക്കാരുകളുടെ കാലത്ത് റെയിൽവേ വികസനം അന്നത്തെ വകുപ്പ് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നും ഇന്ന് റെയിൽവേയിൽ കേന്ദ്രത്തിന്റെ തലതിരിഞ്ഞ വെട്ടിമുറിക്കലാണ് നടക്കുന്നതെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ വിമർശനം. സംസ്ഥാന സർക്കാർ ശക്തമായ പ്രതിഷേധം അറിയിക്കാത്തത് കർണാടക BJP-യുടെ താൽപര്യത്തിനൊപ്പമാണ് മുഖ്യമന്ത്രി എന്ന സംശയം ഉയർത്തുന്നുവെന്ന് DYFI ആരോപിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ കേവലം ഒരു പത്രക്കുറിപ്പിൽ ഒതുക്കി എന്നതിനപ്പുറം ഈ ഗൗരവമായ ഒരു വിഷയത്തിൽ എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്? പാലക്കാട് കേന്ദ്രീകരിച്ച് UDF നടത്തുന്ന സമരം കാട്ടിക്കൂട്ടൽ മാത്രമെന്നും സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിച്ചാൽ കേരളത്തിന്റെ ന്യായമായ ആവശ്യത്തിന് ഒപ്പം നിൽക്കുമെന്നും DYFI നേതാവ് വസീഫ് പറഞ്ഞു. ഡൽഹിയിൽ ചെല്ലണ്ടേ, ഡൽഹിയിൽ പോയി വിഷയം സംസാരിക്കണ്ടേ, ചർച്ച ചെയ്ത് തീർക്കണ്ടേ, ഇത് അവസാനിപ്പിക്കണ്ടേ? വലിയ പ്രക്ഷോഭത്തിന് DYFI ഇറങ്ങുന്നത് വരെയാണ് ഇവർക്ക് ഇതുവരെ മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ലല്ലോ. ഡൽഹിയിൽ ഉൾപ്പെടെ വലിയ സമരത്തിന് ഈ MP-മാർ നേതൃത്വം കൊടുക്കട്ടെ. അവരുടെ ഉത്തരവാദിത്വം കല്യാണത്തിനോ സൽക്കാരത്തിനോ പോകലല്ല, കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കലാണ് എന്നുള്ള ബോധം അവർക്കുണ്ടാകണം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ കോഴിക്കോടും കാസർഗോഡും DYFI റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. നാളെയാണ് UDF എംപിമാരുടെ നേതൃത്വത്തിൽ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം. റിപ്പോർട്ടർ, പാലക്കാട്.